ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ അവരുടെ ഒരു ഫീലിങ്സ്, ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് തുടങ്ങുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ്. അപ്പോൾ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഉള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു സ്നേഹമാണ്. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് കറയറ്റ സ്നേഹമാണ്. ഇത്തരത്തിലുള്ള സ്നേഹം നിങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയപ്പോൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അവരുടെ ഒരു നമ്മൾ കൊടുക്കുന്ന അതേ രീതിയിലൊരു കെയറിങ്ങും അതേ രീതിയിലൊരു സ്നേഹവും ഒക്കെ നമുക്ക് അവർ തിരിച്ചു തരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അപ്പൊ അത്തരത്തില് നിങ്ങളും പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള സ്നേഹവും കെയറിങ്ങും ഒക്കെ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നപ്പോൾ നിങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചിരുന്നതായിട്ട് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ വരുന്നത് 6 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഈ ഒരു കാർഡ് ഇപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനുള്ള ടൈം ആണിത് എന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ തനിച്ചാക്കി പോകുമോ എന്ന് വരെ നിങ്ങൾക്ക് ഒരു ഉത്കണ്ഠയുണ്ട്. അതോർത്ത് നിങ്ങൾ വളരെയധികം ടെൻഷൻ അടിക്കുന്നതായിട്ട് നമുക്ക് ഈ ഒരു കാർഡിലൂടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളെ വിട്ടിട്ട് അവർ വേറെ എങ്ങോട്ടെങ്കിലും പോകുമോ, വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുമോ, ഇനി ഒരു റിലേഷൻഷിപ്പിനുണ്ടോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വളരെ ഓവർ തിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങളുടെ ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, ഇവിടെ പേജ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ പേഴ്സണെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ വ്യക്തിയോടുള്ള ഒരു അമിതമായ സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഒരു പൊസസീവ്നെസിന്റെ ഒരു എക്സ്ട്രീം ലെവലായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നതെന്ന് ഒരു എനർജി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നിങ്ങളുടെ വെറും ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു തോന്നലുകൾ മാത്രമാണ് എന്ന് വ്യക്തമായിട്ട് നമുക്കിവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡൗട്ട് മാത്രമാണത്. ഇതൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ് അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ ആണ്, നിങ്ങളുടെ ഒരു തോന്നലുകൾ മാത്രമാണിത്. അങ്ങനെ ഒരു സംഭവം ഇല്ല, ഒരു തേർഡ് പാർട്ടി ഇല്ല, ഇവര് നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനും പോകുന്നില്ല, അങ്ങനെ ഒരു കാര്യം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം അത്രയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ആ തരത്തിലുള്ള ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ഒരാളെ ഇല്ല, അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യവും ഈ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ പെന്റക്കിൾസ് നമുക്ക് 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസ് വരുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു കാർഡ് പിന്നീട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു കാർഡിലൂടെ നമുക്ക് കിട്ടി. ഈ ഒരു കാർഡിനെ സപ്പോർട്ട് ചെയ്താണ് ഈ ഒരു പെന്റക്കിൾസ് കാർഡ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങളുടെ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് വരുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഉറച്ച കാര്യം തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഒരു ടെൻഷനുകളെല്ലാം അവസാനിപ്പിക്കാനും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുക.
എന്നുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ചിന്തകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സുകളെ എല്ലാം നിങ്ങൾ റീബിൽഡ് ചെയ്യാനായിട്ട്, അതായത് പുതുക്കി പണിയാനായിട്ട്, അങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരാനായിട്ടും സ്റ്റേബിൾ ആയിട്ട് നിൽക്കാനും ശ്രമിക്കണം എന്ന് യൂണിവേഴ്സ് ഇവിടെ ഗൈഡൻസ് നൽകുന്നുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിങ്ങളുടെ ഒരു പേഴ്സണൽ സിറ്റുവേഷൻ ആണ് നോക്കിയതെങ്കിൽ കൂടിയും നമുക്ക് നിങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ യാതൊരു തേർഡ് പാർട്ടിയോ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഒരു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിട്ട് പോകാനുള്ള ഒരു തീരുമാനമോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റീവ് ചിന്തകളിലൂടെ സഞ്ചരിച്ച് ഉണ്ടാക്കി വെച്ച കുറെ പ്രശ്നങ്ങൾ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ഇനി പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കണം. നെഗറ്റീവ് തോട്ട്സുകളെല്ലാം റിലീസ് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത്തരം ഒരു ഗൈഡൻസ് മെസ്സേജ് ആണ് ഈ ഒരു റീഡിങ്ങിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 8 of Wands. 8 of Wands ഇവിടെ നമ്മളോട് പറയുന്നത് ഗോ വിത്ത് ദ ഫ്ലോ എന്നാണ്. അതായത് നിങ്ങളോട് പറയുകയാണ് ഗോ വിത്ത് ദ ഫ്ലോ. നിങ്ങൾ ഓരോ കാര്യങ്ങളും റെസിസ്റ്റ് ചെയ്തിട്ട് അയ്യോ അതിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ പോകുന്ന ആ ഒഴുക്കിനൊത്ത് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. യൂണിവേഴ്സിന്റെ എനർജി നിങ്ങളിലൂടെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കുക. നിങ്ങൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, റെസിസ്റ്റ് ചെയ്യാതിരിക്കുക. ഇത് നിങ്ങളുടെ ഒരു ഡിവൈൻ ടൈം ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇത് വേസ്റ്റ് ആക്കി കളയരുത്. ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെസ്റ്റിനിയിലുള്ള ഒരു കാര്യം തന്നെയാണ്. ഇതൊരു ഡിവൈൻ ടൈം ആണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുപോലെ മാനിഫെസ്റ്റേഷൻ ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്താൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണിത്. പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു എനർജിയിൽ പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു എയർ ട്രാവൽ ചെയ്യാനുള്ള ഒരു അവസരം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കാണോ നിങ്ങളുടെ പേഴ്സൺ ആണോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് സാധിക്കുന്നില്ല. ഒരു എയർ ട്രാവലിംഗ് ആണ്. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചായിരിക്കാം. ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്ന ഒരു എനർജി വാൻസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു പുതിയ വഴി തുറന്നു കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ ഉയർച്ചകളിൽ നിങ്ങളെ എത്തിക്കാൻ തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിൽ റിലേഷൻഷിപ്പ് നല്ലൊരു ഗ്രോത്തിലേക്ക്, ഒരു പ്രോഗ്രസ്സിലേക്ക് പോകാനും, ദാറ്റ് മീൻസ് ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കുന്നവരാണെങ്കിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാകാനും ഒരു റീകൺസിലേഷനിലേക്കൊക്കെ പോകാനുള്ള ഒരു ചാൻസ് ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എനർജി. പിന്നെ മാസ്റ്റർ കാർഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ഒരു സ്ട്രഗിൾസ് എല്ലാം അവസാനിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുമായിട്ട്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു കോംപ്രമൈസിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് അത്തരത്തിലുള്ള എനർജിയാണ് കിട്ടുന്നത്. ഒരു കോഓപ്പറേഷൻ നിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്നു, അതുപോലെ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടാകുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പീസ് ഉണ്ടാകുന്നു, ഒരു ഹാർമണി ഉണ്ടാകുന്നു, നിങ്ങളുടെ ഒരു ടെൻഷൻ എല്ലാം റിലീസ് ആകുന്നു. ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി ടെൻഷൻ എല്ലാം റിലീഫ് ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെപ്പറേഷൻ ഉള്ള വ്യക്തികളാണ് എങ്കിൽ. ഇനി സെപ്പറേഷൻ അല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം ഒന്ന് കോംപ്രമൈസിലേക്ക് വരുന്നതായിട്ടും നിങ്ങളുടെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷൻസ് ഇവിടെ ഉണ്ടാകുന്നു എന്നും ഈ ഒരു മാസ്റ്റർ കാർഡിൽ നിന്ന് നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒത്തിരി ഈ ഒരു റീഡിങ് കണ്ടു, നിങ്ങളുടെ പേഴ്സണേക്കാളും കൂടുതലായിട്ട് പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഒരു മാനസിക സംഘർഷത്തിൽ ഉള്ളതായിട്ട് കാണുന്നത് നിങ്ങളെയാണ്. വളരെയധികം ടെൻഷനിലാണ് നിങ്ങളുള്ളത്, വളരെയധികം ഉത്കണ്ഠയിലാണ് ഈ ഒരു പേഴ്സൺ എന്നെ ഇട്ടിട്ട് പോകാൻ. കാരണം അത്രയധികം ഒരു സ്നേഹമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോടുള്ളത്. ആ ഒരു പേഴ്സൺ ലൈഫിൽ നിന്ന് പോയാൽ എല്ലാം നഷ്ടമായി പോയി എന്നൊരു ചിന്ത വരെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊന്നും നിങ്ങൾ അത്രയൊന്നും ഓവർ തിങ്ക് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൂടെയും നിങ്ങളുടെ ലൈഫിലൂടെയും കടന്നു പോകാനായിട്ട് മാത്രം അനുവദിക്കുക. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക. അല്ലാതെ റെസിസ്റ്റ് ചെയ്ത് നിന്നുകൊണ്ട് അയ്യോ അതങ്ങനെ വരും, ഇതിങ്ങനെ വരും, മറ്റത് അങ്ങനെ വരും, ഇങ്ങനെയൊന്നും ചിന്തിച്ച് നിങ്ങൾ ടെൻഷൻ ആകാനും അതിനുവേണ്ടി ആക്ഷൻ എടുക്കാനുമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന് മാത്രമേ സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിക്കുക. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ഗോ വിത്ത് ഫ്ലോ എന്ന രീതിയിൽ പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ലൊരു പോസിറ്റീവ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒത്തിരി വ്യക്തികളെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഒരു തേർഡ് പാർട്ടി ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ എന്നെ ഉപേക്ഷിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടോ, എന്നെ ഇനി ഇഷ്ടമല്ലവേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ കാണുമായിരിക്കും. അപ്പൊ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യമേ ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഡൗട്ടാണ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻസ് ആണ്, ക്രിയേറ്റീവായിട്ട് ഉണ്ടാകുന്ന ഒരു ബ്ലോക്ക് മാത്രമാണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു കാർഡിലൂടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1981 എന്ന് പറയുന്നൊരു വർഷമാണ്.
ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗവൺമെന്റ് സർവീസ്, ലെറ്റർ ടി. ഗ്രീൻ കളർ, ഫിസിക്കൽ ഫിറ്റ്നസ്, ഡാൻസ്. 1989 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1 വീക്സ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1111 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. റൈഡർ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ടെക് പരമായ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളുകളായിരിക്കാം. ഗാർഡനിങ്ങിനോട് താല്പര്യമുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ഒക്കെ ഒത്തിരി വൈറ്റ് ബട്ടർഫ്ലൈസ് കാണുന്നുണ്ടാകാം. നമ്പർ 2 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്. നിങ്ങളുടെ ലൈഫിൽ പല പല മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് പോകുന്നു. നിങ്ങളുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം മാറി ഒരു റീസ്റ്റാർട്ട്, റീയൂണിയൻ ഒക്കെ ഉണ്ടാകാനായിട്ട് പോകുന്നു. റീഡിങ് ഹോബി ആയിട്ടുള്ള വ്യക്തികളുണ്ടാകാം. ഫുട്ബോൾ കളിയോട് താല്പര്യമുള്ള ആളുകളുണ്ടാകാം. ലോങ് ഹെയർ, നീളമുള്ള ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. 1975 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 25 ഇവിടെ കിട്ടുന്നുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ്. 41 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 39 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ലൈക്സ് ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 23 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. 31 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വയനാട് ഡിസ്ട്രിക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ഒക്ടോബർ മന്ത് ലാസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.